ഹരിപ്രസാദ് സർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ആരോഗ്യ മേഖലയിലെ മുന്നണി പോരാളികൾ എന്ന് വിളിക്കുന്ന ആശാ വർക്കർമാർ ഒരു സമരത്തിലാണുള്ളത് ഏറെ നാളുകളായിട്ട്. അവരുടെ ശമ്പളമടക്കമുള്ള ആനുകൂല്യങ്ങൾ വേണം, അതോടൊപ്പം തന്നെ കുടിശ്ശിക വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നയിക്കുന്നത്. എന്നാൽ പുല്ലുവിലയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിന് നൽകുന്നത്, ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയൊക്കെ. ഇപ്പോൾ ഇവിടെ ഈ ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും പറയുന്നത് കേന്ദ്രമാണ് ഇവിടെ പ്രധാനപ്പെട്ടുള്ള ഒരു വിഷയം, കേന്ദ്രത്തിന് ഫണ്ട് കിട്ടിയിട്ടില്ല തുടങ്ങിയ നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കുടിശ്ശിക വന്നത് എന്നൊക്കെ പറയും. എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? ഒപ്പം BJPക്ക് ഇത്തരം വിഷയങ്ങളെ, ജനകീയപരമായിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വളരെ കൃത്യമായിട്ട് സാധിക്കുന്നുണ്ടോ കേരളത്തിൽ എന്നതൊരു ചർച്ചാ വിഷയമായി മാറിത്തീരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് രണ്ടിനെയും അങ്ങ് വിലയിരുത്തുന്നത്? ആദ്യമായിട്ട് അങ്ങ് ചോദിച്ച ചോദ്യത്തിന്, ഈ ആശാ വർക്കർമാരുടെ ശമ്പളം എന്ന് പറയുന്നത്, ശമ്പളം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഓണറേറിയമാണ് അവർക്ക് കൊടുക്കുന്നത്. രണ്ട് ഹെഡിലാണ് അവരുടെ പേയ്മെന്റ് പോകുന്നത്. ഒന്ന് മന്ത്ലി ഓണറേറിയം, രണ്ട് ഇൻസെന്റീവ്. അപ്പൊ കേരളത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 7000 രൂപയാണ് മന്ത്ലി ഓണറേറിയം ആയിട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇൻസെന്റീവുകൾ അവര് കണ്ടക്ട് ചെയ്യുന്ന NHMന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഈ ഇൻസെന്റീവുകൾ കൊടുക്കുന്നത്. അപ്പൊ റഫ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ 7000 + 5000, ഒരു 12000 രൂപയാണ് അവരുടെ ഒരു മന്ത്ലി പേ ഔട്ട്. ഇതിനകത്ത് കേന്ദ്രത്തിന്റെ കുടിശ്ശിക എന്ന് പറയുന്നത്, കേന്ദ്രം, എന്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇൻസെന്റീവിന്റെ 60-40 ആണ് കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ ഷെയർ വരുന്നത്. ഓണറേറിയം എന്ന് പറയുന്നത് സംസ്ഥാനമാണല്ലോ ആരോഗ്യം എന്ന് പറയുന്ന വിഭാഗത്തെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓണറേറിയം സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതാണ്. അപ്പോ അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ കുടിശ്ശികയുണ്ട് എന്നും, 80 കോടിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന കുടിശ്ശിക തന്നെ. പക്ഷെ അതൊരു വലിയ സംഖ്യയാണെന്നും അതുകൊണ്ടാണ് പൈസ കൊടുക്കാൻ സാധിക്കാത്തത് എന്നാണ് പൊതുവിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. 2 മാസം മുതൽ 6 മാസം വരെയുള്ള കുടിശ്ശിക ആളുകൾക്കുണ്ട്, പല ആശാ വർക്കർമാർക്കും ഉണ്ട്. പക്ഷെ ഇന്ന് BJPയുടെ നാഷണൽ ലെവല് നേതാവായിട്ടുള്ള ശ്രീമാൻ ആന്റണിയുടെ മകൻ, ഇദ്ദേഹത്തിന്റെ അനിൽ ആന്റണി ഇന്നൊരു പത്രസമ്മേളനം നടത്തിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 913 കോടി രൂപയാണ് കേരളം ഈ ആശാ വർക്കർ, ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വകയിരുത്തിയിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. അത് ഓൾറെഡി 938 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു, ഒരു കുടിശ്ശികയും ബാക്കിയില്ല എന്നുള്ളത് അദ്ദേഹം കൃത്യം കണക്കുകളോട് കൂടിയിട്ട് പറഞ്ഞു. അപ്പോ അങ്ങനെ അത് ക്ലാരിഫൈ ചെയ്ത സമയത്ത് ഇപ്പോ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശാ വർക്കർമാർക്ക് കൊടുക്കാനുള്ള തുക എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്നുള്ള ഒരു ക്ലെയിം ആയിരുന്നു ഇപ്പൊ എത്രയും ദിവസം പിടിച്ചുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെ ആ ക്ലെയിമും കൂടെ പൊളിയുന്നതായിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു തൊഴിലാളി അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ പാടിപ്പുകഴ്ത്താനും അല്ലെങ്കിൽ വലിയ രീതിയിൽ വലിയ വായിൽ പറയാനും കൊള്ളാമെന്നല്ലാതെ ഇത്തരത്തിലുള്ള താഴെക്കടയിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളിലൊക്കെ അവർക്ക് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. പല ആശാ വർക്കർമാരോടും ഈ ടെലിവിഷൻ മറ്റേ ചാനലുകാർ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ പറയുന്നത് ഈവൻ വീണ ജോർജിനെ കാണാൻ പോലും അവർക്ക് അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവിടെ സെക്രട്ടേറിയറ്റിൽ ഇവരെ കാണാൻ പോലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ബേസിക്കലി 3 ആവശ്യമാണ്. ഒന്ന്, അവരുടെ ടൈം ഷെഡ്യൂൾ, വർക്കിന്റെ ടൈം ഷെഡ്യൂൾ കുറയ്ക്കണം. ഇപ്പൊ 12-14 മണിക്കൂർ വർക്ക് ഉണ്ട്. പലതരത്തിലുള്ള നോട്ടീസ് ഡിസ്ട്രിബ്യൂഷൻ, അവയർനെസ് ക്യാമ്പയിൻസ്, കുത്തിവെപ്പ്, വാക്സിനേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത് ആശാ വർക്കർമാരാണ്. കൂടാതെ ഡയറക്ട്ലി അല്ലെങ്കിൽ തന്നെ പാർട്ടി പരിപാടികൾക്കും കൊടി പിടിക്കാനും ജാഥയ്ക്കൊക്കെ ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും ഒക്കെ ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇവിടുത്തെ ഭരണ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അതൊരു നഗ്നമായിട്ടുള്ള സത്യം. അപ്പൊ അങ്ങനെ അതിനുശേഷം റിപ്പോർട്ട് ഉണ്ടാക്കണം, അത് ഫോർവേഡ് ചെയ്യണം. വീണ്ടും ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്തെത്തണം. രാപ്പകലില്ലാതെ വ്യത്യാസമില്ലാതെ അവരെ എന്താ പറയാ പോയി കണ്ട് വേണ്ടതായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കണം. ഇതെല്ലാം ആശാ വർക്കർമാരുടെ ജോലിയാണ്. അപ്പൊ അങ്ങനെ ഒരു റഫ്ലി നോക്കി കഴിഞ്ഞാൽ 12-14 മണിക്കൂർ ജോലി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ആ സമയം കുറയ്ക്കണം. അതുപോലെ തന്നെ 5 ലക്ഷം രൂപ റിട്ടയർമെന്റ് ബെനിഫിറ്റ്, 60-62 വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് 5 ലക്ഷം രൂപയുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കണം. തന്നെ ഓണറേറിയവും അതുപോലെ ഇൻസെന്റീവും ചേർത്ത് 21,000 രൂപയാക്കണം. ഇതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള 3 ആവശ്യങ്ങൾ. പിന്നെ കുടിശ്ശിക തീർത്തു കൊടുക്കണം. അപ്പൊ കുടിശ്ശികയുടെ കാര്യത്തിൽ തീരുമാനമായി, അത് കൊടുക്കാൻ തീരുമാനമായി ധനവകുപ്പ്
ഈ ധനവകുപ്പിന്റെ മുമ്പില് ഈ ഒരു എന്താ പറയാ റെക്കമെൻഡേഷൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായിട്ടുണ്ട്. അപ്പൊ അവര് മറ്റുള്ള PSC ചെയർമാന്റെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെ വണ്ടി നേരെയാക്കുന്ന കാര്യത്തിലൊക്കെ എടുക്കുന്ന തീരുമാനത്തിന്റെ വേഗത എന്ന് പറയുന്നതുമായിട്ട് ഗണിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ സ്ലോ ആണ്. 3-4 മാസമായിട്ട് ധനവകുപ്പിന്റെ മുമ്പിൽ ഈ പൈസ കൊടുക്കാനുള്ള അറ്റ്ലീസ്റ്റ് കുടിശ്ശിക കൊടുക്കാനുള്ള സംഖ്യക്കായിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ട്. പക്ഷെ അവര് അത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് കേന്ദ്രത്തിന് കുറ്റം പറയാം. അപ്പൊ കേന്ദ്രത്തിന്റെ ഭാഗത്തൊന്നും കുടിശ്ശികയില്ല. ഏതാണ്ട് 26,000-ഓളം വരുന്ന ആശാ വർക്കർമാര് സമരത്തിലാണെന്നാണ് ഈ അസോസിയേഷൻ എന്താ പറയാ അവകാശപ്പെടുന്നത്. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അവരുടെ ഇപ്പോഴത്തെ ധനസ്ഥിതിയുമാണ്. അപ്പൊ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടാനുള്ള പൈസ എല്ലാം കിട്ടിയിട്ടുണ്ട്, കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ 913 കോടിക്ക് പകരം 938 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. 25 കോടി രൂപ എക്സ്ട്രാ കുടിശ്ശിക നൽകാനായിട്ട് 4 ഗഡുക്കളായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും കൃത്യമായിട്ട് അത് ഓൺ ടൈം കൊടുക്കാനോ അതില് മാറ്റം വരുത്താനോ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ കെടുകാര്യസ്ഥതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ അതില് കേന്ദ്രത്തെ പഴി പറഞ്ഞ് അത് പൊതുവായിട്ട് സംസ്ഥാനത്തിൽ ഇപ്പൊ ഇന്നലെയൊക്കെ കേരള വൈഡ് CPIM-ന്റെ പ്രക്ഷോഭം നടക്കുന്നുണ്ടായിരുന്നു ഏരിയ കമ്മിറ്റികളുടെ ബേസിസിൽ. കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ, ബഡ്ജറ്റിന്റെ അവഗണനയ്ക്കെതിരെ, കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന കടുത്ത വിവേചനത്തിനെതിരെ. അപ്പൊ എല്ലാ കാലത്തും ഈ കടുത്ത വിവേചനം എന്ന് പറഞ്ഞ് ഇവിടത്തെ മാനേജ്മെന്റിലെ എന്താ പറയാ മോശത്തെ മാറ്റി വെക്കുക അല്ലെങ്കിൽ മറച്ചു വെക്കുക എന്നുള്ള തന്ത്രമാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, BJP ഇതിൽ എത്ര എഫക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ BJP ഇപ്പൊ കുറച്ചു കാലമായിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങളിലുള്ള BJPയുടെ ഇടപെടല് നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നു എന്നാണ് നമുക്ക് നോക്കി കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ BJPയുടെ ഭാഗത്തു നിന്ന് മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരളീധരൻ ആശാ വർക്കേഴ്സിന്റെ സമരപന്തൽ സന്ദർശിച്ചത് ഒഴിച്ചാൽ ഈ ഒരു വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ 14-15 ദിവസമായിട്ട് നടന്നു വരുന്ന ഒരു സമരമാണ്. അപ്പൊ തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ ധാരാളം നേതാക്കന്മാര് എപ്പോഴും ഉള്ള സ്ഥലമാണ്. കോർപ്പറേഷനിലെ 30-ലധികം, എനിക്ക് തോന്നുന്നു 30-ന്റെ അടുത്ത് എന്താ പറയാ കൗൺസിലർമാരുള്ള പാർട്ടിയാണ് BJP. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇപ്പൊ 3-4 ലോക്സഭ ഇലക്ഷനായിട്ട് 2ാം സ്ഥാനത്ത് വരുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. വളരെ ചെറിയ വോട്ടുകൾക്ക് മാത്രം തോൽക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് പോലും കേരളത്തിന്റെ അങ്ങോളമുള്ള ആരോഗ്യ മേഖലയിൽ വലിയ കോവിഡ് സമയത്തൊക്കെ വലിയ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ആൾക്കാരാണ് ആശാ വർക്കേഴ്സ്. അവരുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള പ്രോബ്ലം അതില് പ്രത്യേകിച്ചും കേന്ദ്രം പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരും ആരോഗ്യ മന്ത്രി അടക്കമുള്ള ആൾക്കാർ കേന്ദ്രത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ ആ റിയാലിറ്റിയുമായിട്ട് അത് ഒട്ടും ചേരാതിരിക്കുമ്പോൾ അവിടെ പോവുകയും അതിൽ ഇടപെടുകയും അതിനുവേണ്ട ക്ലാരിഫിക്കേഷൻ നൽകുകയും ചെയ്യുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു മോറൽ ആയിട്ടുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. പക്ഷെ എന്തുകൊണ്ടോ അത് അവിടെ ഇപ്പോഴത്തെ ജനകീയ വിഷയങ്ങളിൽ മേ ബി സംഘടനാ തലത്തിലുള്ള തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ പൊതുവിൽ ഇപ്പോ മറ്റെല്ലാ സമരങ്ങളെ പോലെ തന്നെ ഒരു തണുപ്പൻ പ്രതികരണമാണ് BJPക്ക് ഈ പറയുന്ന വിഷയത്തിലും ഉള്ളത് എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നമ്മൾ ചർച്ചയുമായിട്ട് സഹകരിച്ചതിന് വളരെയധികം നന്ദി സർ. എന്തായാലും നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രധാന പാർട്ടി എന്ന നിലയിൽ BJP വലിയ രീതിയിലുള്ള ശക്തി പ്രകടനങ്ങളാണ് നടക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇത്രയും ജെനുവിനായിട്ടുള്ള ഒരു സമരത്തെ കണ്ടില്ല, അല്ലെങ്കിൽ ഒരു അഴകുഴമ്പൻ സമീപനം, ഒരു പോരാട്ടത്തിൻ്റെ ഒരു സമീപനം ഇല്ലാതെ വരിക എന്ന് പറയുന്നത് BJPക്ക് മറ്റുള്ള ആളുകൾക്കിടയിൽ ഒരു ഇകഴ്ത്തുന്ന, അല്ലെങ്കിൽ അവർ പല ജനകീയ വിഷയങ്ങളിലും ഇടപെടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കാനുള്ളൊരു ധാരണ സൃഷ്ടിക്കുമെന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇതിൽ കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. കാരണം കേന്ദ്രം നൽകേണ്ട തുക വളരെ കൃത്യമായിട്ട് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരാജയം തന്നെയാണ് ആശാ വർക്കർമാർക്ക് സമരത്തിലിറങ്ങേണ്ടി വന്നതിൻ്റെ കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സർ. താങ്ക് യു.